കൂരാമൂച്ചി മിസ്റ്റർ മികേൽ ഒന്നോടാ ഇവിടെ. ഇറങ്ങി വാടാ പട്ടി, ഇങ്ങോട്ട് വാടാ. നീയാണോടാ മിസ്റ്റർ കൂരാമൂച്ചി മികേൽ? നിന്നെ കണ്ടിട്ട് വളരെ ചെറുപ്പാണല്ലോ. നിനക്ക് എങ്ങനെയാ കെട്ടിക്കാൻ പിടിക്കും? നിനക്ക് എങ്ങനെയാ കെട്ടിക്കാൻ പ്രായ പെമ്പിളരുണ്ടായി? നിന്റെ ഒരൊറ്റ മുടി പോലും നരച്ചിട്ടില്ലല്ലോ. പാപ്പച്ചൻ പറഞ്ഞത് നുണയാണ്. നീയാണോടാ മികൈ? അല്ല, ഞാൻ മിഖേലിന്റെ ഇളയ മോനാ, കുട്ടപ്പൻ. നിന്റെ ചേച്ചി എന്താടാ ആ ഭദ്രകാളി? വിഗ്രഹം കളിച്ചെടുത്തിട്ട് നിപ്പ് നിന്നില്ല. വിളിക്കണം. എന്റെ മോനെ ചതിക്കാൻ ജന്മമെടുത്ത ആ ഭദ്രകാളിയെ ഏതായാലും ഞാനിവിടെ വന്ന സ്ഥിതിക്ക് ഒന്ന് കണ്ടു. ചേച്ചി, ആരാടത്? ചേച്ചി, ഒരു പ്രാന്തൻ അവിടെ വന്ന് നിൽക്കുന്നു. ഭദ്രകാളി എന്ത് അതെന്ത് ഇതെന്തെന്നൊക്കെ ചോദിക്കുന്നു. എനിക്ക് പേടിയായിട്ട് പാടില്ല. മോറങ്ങോട്ട്. നിങ്ങൾ ആരാ? എന്താ വേണ്ടത്? അയ്യോ, കൈകൊണ്ട് നിൽക്കുകയാണെന്നാ തോന്നുന്നത്. കർത്താവേ, നീ ചുട്ട കോഴിയെ പറപ്പിക്കല്ലടി. നിനക്കെന്റെ മോന വേണല്ലടി ഭദ്രകാളി. അയ്യോ, എടാ കുട്ടപ്പ, വഴിയിലെങ്ങനെ നോക്കിക്കേ, അപ്പം വരുന്നുണ്ടോന്ന്. അയ്യോ, ഇതെന്താ ഭ്രാന്തോ? നിന്റെ അപ്പന് എങ്ങനാ മോളെ? എന്നാ താനായിരിക്കും മിസ്റ്റർ മികേൽ. എന്നെ മനസ്സിലായോ? അങ്ങനെ നോക്കണ്ട. അയ്യോ, എന്റെ കർത്താവേ, ചേട്ടൻ ഇരുന്നാട്ടെ. എന്നെ ഇരുത്താൻ നോക്കണ്ട. പെണ്ണെ, നിനക്ക് മനസ്സിലായില്ലേ? നിന്റെ അമ്മായിപ്പനാകാൻ പോകുന്ന ആളാടി. രാവിലെ എങ്ങോട്ടൊന്ന് പട്ടച്ചാരയൊക്കെ കേറ്റിട്ട് വന്നിരിക്കുക. പട്ടച്ചാരയോ? ഞാൻ സ്പോർട്സാണ് കുടിച്ചത്. അങ്ങനെ കാഞ്ഞിരപ്പള്ളി പാപ്പൻ പട്ടച്ചാരയും കുടിച്ചിരുന്നില്ല. കുടിച്ചിരുന്നു. ഇപ്പല്ല, അപ്പോ 15 years old. Gold is old. എടോ മികേലെ, കള്ളപ്പുണ്യാവാ. തന്റെ ഭദ്രകാളി കൂടിയ മകളെ എന്റെ മകന് കെട്ടിച്ചു കൊടുത്ത് എന്നെ പറ്റിച്ചേന്ന് നോക്കുകയാണല്ലേ. താനെന്തോടെ ഉമ്മ വെച്ച് കളിക്കണം. ദൈവത്തിന് നിരക്കാത്ത വർത്താനം പറയല്ലേ എന്റെ പൊന്നു കൊച്ചേ. ഏത് ഭദ്രകാളുടെ കാര്യ? നിങ്ങൾ കള്ളും കുടിച്ച് അതും ഇതും പറയാതെ. എടാ മികേലെ, ഉളുപ്പില്ലാത്തവനെ. രാവിലെ വീട്ടിൽ വന്ന് അനാവശ്യം പറയരുത്. എവിടെ എന്റെ കൊട? നമുക്ക് സമാധാനം ഉണ്ടാക്കാം. എന്നാ പറ്റി എന്റെ കർത്താവേ? നിങ്ങൾക്ക് ബുദ്ധി വന്നില്ലേ എന്റെ മനുഷ്യ? ആ പാപ്പനുണ്ടല്ലോ, അവന്റെ വേലയാ. പറഞ്ഞത് കേട്ടില്ലേ? അവിടുന്ന് കൊടുത്ത പട്ടയും ചാരായെല്ലാം കുടിച്ചേച്ചും വന്നേച്ചാ ഇവൻ ഈ വർത്താനം എല്ലാം പറഞ്ഞത്. അങ്ങോട്ട് ചെന്ന് 4 വർത്താനം ഞാൻ പറഞ്ഞേച്ചും വാ. പോയിട്ട് വരെ അടി പാർസലായിട്ടാ വരണ. ജിമ്മി, പാപ്പഞ്ചേട്ടാ, പാപ്പഞ്ചേട്ടാ. എന്താടാ വെളുപ്പിനെ? സംഗതി കൊഴിഞ്ഞു കേട്ടാ. എന്താ? ജിമ്മി, നിന്റെ തോക്കും കൊച്ചു വിച്ചാത്തി ഒക്കെ എടുത്തോ. ആളെയും കൂട്ടിക്കോ. ഏരിയാമ്മ ഉപ്പാണ്ടത്തിന് പോയിട്ടുണ്ട്. അവരുടെ ആങ്ങളമാരില്ലേ, ചട്ടമ്പ്യാര ആങ്ങളമാര്, അവരുടെ അടുത്തേക്ക്. അച്ചോ, ഇന്ന് ഇടവകയില് കൊലപാതകം ഉണ്ടാവും, വെട്ടുമുത്തും ഉണ്ടാവും. എന്താ മത്തായി? ഇന്നലെ ആ കൂനാമൂച്ചിക്കാരും കാഞ്ഞിരപ്പള്ളി പാപ്പഞ്ചേട്ടനുമായിട്ടൊരു അലമ്പുണ്ടായില്ലയോ? ഏലിയാമ്മ അവരുടെ ആങ്ങളമാരെ വിളിക്കാൻ പോയിരിക്കുക. അവരുടെ ആങ്ങളമാരെന്ന് പറഞ്ഞ അച്ഛനറിയാവോ? കേട്ടിട്ടുണ്ട്. ആ, കേട്ടതിനേക്കാൾ വൃത്തികേടാ. കുത്തും വെട്ടും തല്ലും ഇല്ലാത്ത ദിവസവും ഇല്ല. അവന്മാര് വന്നാ ഈ ഇടവകയിൽ കൊലപാതകം നടക്കും. അച്ഛൻ ഒന്ന് വരണം. ഞാൻ പറഞ്ഞാൽ കേൾക്കുന്ന ദൈവഭയവും ഭക്തിയും ഉള്ളവരല്ലല്ലോ. ഉപ്പ് കണ്ടം ചട്ടമ്പിമാർക്കും അതില്ല, കാഞ്ഞിരപ്പള്ളി പാപ്പനും അതില്ല. നിർത്തണ്ടാ, വിട്ടോ.
അളിയാ പൊന്നളിയാ എന്നാ പറ്റി അളിയാ? എനിക്കൊന്നും പറ്റിയില്ല എന്റെ പൊന്നുകോരെ. നീയായിട്ട് ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല. അളിയനെ എവിടെ തല്ലിയത്? അത് ചോദിക്കാനാണ് ഞങ്ങൾ വന്നത്. അളിയനൊന്നും പറ്റിയോ? എനിക്കൊന്നും പറ്റിയില്ല പാപ്പി. അളിയൻ സമാധാനം മാത്രം പറയണ്ട. പാപ്പി അപ്പി എവിടെ? സമയമാകുമ്പോ എത്തിക്കോളൂ. ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഇല്ലില്ല, പാപ്പൻ എല്ലൊടിക്കാൻ ഞങ്ങൾ ഇവിടെ പോകുന്ന പ്രശ്നമേ ഇല്ല. എടാ ഇരട്ട കുഞ്ഞുങ്ങളെ, മാത്താ പോത്താ പൊന്നു കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് എന്റെ മക്കളുടെ പ്രായമല്ലേ ഉള്ളൂ. ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. കോരച്ചായം പറയുന്നതിന് അപ്പുറത്തൊന്നും ഞങ്ങൾക്കില്ല. കോരച്ചായം കുത്താൻ പറഞ്ഞാൽ ഞങ്ങൾ കുത്തും, കോരച്ചായം വെട്ടാൻ പറഞ്ഞാൽ ഞങ്ങൾ വെട്ടും. എന്റെ കർത്താവേ, ഇവന്മാർക്ക് നല്ല അകത്ത് വരുന്ന വേദപുസ്തകം വായിക്ക്. ഇതൊക്കെ തല്ലുകൊണ്ടാലേ ശരിയാവത്തുള്ളൂ. എടാ മാത്താ പോത്താ എടുത്തു വരാ കൊടുവാളും സാധനങ്ങളും. ഇന്നൊക്കത്തിന്റെ എല്ലാം സൂപ്പോ പാപ്പച്ച. അവന്മാരൊക്കെ വന്നിട്ടുണ്ട്. വടിവാളും കുന്തവും കടാരയും ഒക്കെ ഉണ്ട്. പറഞ്ഞ പോലെ പാപ്പൻ ചേട്ടാ, ഞാൻ ഇപ്പഴാ ഓർത്തത്. ഞാനേ ഒരു ഹോമിയോപ്പതി മരുന്ന് കഴിച്ചോണ്ടിരിക്കുക. രാവിലെ കഴിച്ചില്ല, ഞാൻ പോയി കഴിച്ചിട്ട് ഇപ്പൊ വരാം. പോയി വരുമ്പം സകലതും വാ, ഇത് താനും കൂടി ഒപ്പിച്ച പുലിവാലല്ലേ, തീർത്തിട്ട് പോയാ മതി. എന്നെ കണ്ടങ്കോറൻ ഗുരുക്കളെ. എന്റെ കർത്താവേ, ഇവന്മാരെല്ലാവരും കൂടി അന്ത്യശ്വാസം വയ്ക്കാൻ പോവാണോ? എടാ കാഞ്ഞിരപ്പള്ളി പാപ്പ പരമ തെണ്ടി എവിടെയാ പാപ്പൻ? ഇത്രയും പേരെ ഉള്ളടാ. അമ്മയുടെ വയറ്റിലേക്ക് തിരിച്ചു പോണ്ടെന്നുള്ളവർ നിക്ക്, ഇല്ലാത്തവർ ഓടിക്കോ. ഇതും കോംപ്രമൈസ് ആക്കിയല്ലോടാ. അപ്പൊ മിണ്ടായിരിയപ്പാ. എടാ പാപ്പ, കാഞ്ഞിരപ്പള്ളി പാപ്പ, വീട്ടിൽ കയറി അനാവശ്യം കാണിക്കരുത്. പാപ്പന്റെ മൂത്ത മോനാണല്ലേടാ. എന്താടാ പിത്തക്കാരൻ നിന്റെ പേര്? ഓ ജിമ്മി. അതെ, ജിമ്മി. ജിമ്മി പാപ്പൻ. തന്റെ ഈ ഒലത്തി ചട്ടമ്പിത്തരം ഉണ്ടല്ലോ, ഉപ്പ് കണ്ടത്തി കുടിയേറ്റ അസാറുകൾ എടുത്ത് എടുത്താൽ മതി. ആമ്പലെടുത്ത് കളിക്കാൻ വന്ന അനുഭവം എന്താണെന്നറിയോ? അറിയാവടാ. തന്റെ ഈ കളവുകൾ ഇന്ന് ഞാൻ അവസാനിപ്പിക്കടൂ. എടാ പന്നിയുടെ മോനെ. ഹലോ, പോലീസ് സ്റ്റേഷൻ. അവമര്യാദയായിട്ട് പെരുമാറരുത്. മോന്റെ പേരെന്താ? ഞങ്ങൾ ഒരുപാട് പോലീസുകാരെ തല്ലിയ കേസുള്ളതാ. പലതവണ ജയിലിലും പോയിട്ടുണ്ട്. മര്യാദയ്ക്ക് പറഞ്ഞാൽ മതി കയറും. ഈ വിരട്ടൊന്നും വേണ്ട. ഞാനാണെങ്കിൽ CI റാങ്കിൽ കുറഞ്ഞ ഒരുത്തനോട് സംസാരിച്ചിട്ട് തന്നെ കാലം ഒരുപാടായി. ആ കേറ് കേറ് കേറാ. പറ്റില്ല പറ്റില്ല പറ്റില്ല. ഇവനൊക്കെ വേറെ വണ്ടിയിൽ, ഇവനൊക്കെ വേറെ വണ്ടിയിൽ. പോ പോ. ഇവരെല്ലാം കേട്ട് ഇറങ്ങോട്ടെ. കോരെ, നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലടാ, നിന്നെ എങ്ങനെ ഞാൻ ജാമ്യത്തിൽ ഇറക്കടാ? അലിയെ ഒന്നും പേടിക്കണ്ട. വക്കീലിനും ജാമ്യത്തിനും വേറെ വേറെ തുക. ആൾ ജാമ്യം വേണേ ആൾ ജാമ്യം. ഇതൊക്കെയായിട്ട് സ്റ്റേഷനിൽ വരാൻ ഏർപ്പാട് ചെയ്തിട്ടാ അലിയ ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. നമ്മൾ അടിയും നെല്ലും കാണുന്നത് ഇന്നും ഇന്നലെയാണോ? അളിയൻ ചെല്ലേ പോയി വേദപുസ്തകം വായിക്കേ.
ആ എടി മക്കളെ, കഴിക്കാൻ വല്ലതും ഉണ്ടാക്കി വെച്ചോ, അമ്മാച്ചന്മാർ ഇപ്പൊ എത്തും. വിട്ടോടാ കുഞ്ഞെ. ഹലോ, തോമസ് ആണോ? അതെ. ഞാൻ സിഐ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഒരു അടിപിടി കേസില് ഉപ്പ് കണ്ടെത്തുന്ന 4-5 ചട്ടമ്പിമാർ അകത്ത് വന്നിട്ടുണ്ടോ? ആ ഉണ്ട് സർ, അവരെ ഞാൻ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പറഞ്ഞ സമയത്ത് തന്നെ അവന്മാർ അകത്ത് വന്നിട്ടുണ്ട്. ആ, അത് നമ്മുടെ പാർട്ടി വിട്ടാര്. സാർ, അത് ജാമ്യത്തിനുള്ള ഏർപ്പാട് ചെയ്തുകൊണ്ടിരിക്കുക. ഡിപ്പാർട്ട്മെന്റിന് നിറയെ സഹായമുള്ള ആൾക്കാരാ. അല്പം മര്യാദ കൊടുത്ത് വിടണം. അതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാ. ശരി സാർ. ഇരിക്കു പോരെ ചേട്ടാ. എടോ PC 432. സർ, ഉപ്പ് കണ്ടത്തെ ചേട്ടന്മാർക്ക് ഒരേ ചായ. ഉപ്പ് കണ്ടത്തെ ചേട്ടന്മാർക്ക് മാത്രം. ശരി. വിളിച്ചത് സർക്കിളായിരിക്കും. അതെ. ആ നമ്മുടെ കുര്യച്ചനെ കള്ളൻ. അവൻ പറഞ്ഞ സമയത്ത് തന്നെ വിളിച്ചു കളഞ്ഞല്ലോ. ഞാൻ പറഞ്ഞില്ലേ അവരിപ്പോഴിങ്ങി വരുമെന്ന്. കാപ്പിയൊക്കെ എടുത്തു വെച്ചിരിക്കുന്നു, വന്ന് കഴിച്ചേ. കാപ്പിയൊക്കെ പിന്നെ. അവര് ജാമ്യത്തിൽ ഇറങ്ങിയോ? അവർ പുറകെ വരുന്നുണ്ട്. അവരിവിടെ എത്തുന്നതിന് മുമ്പ് ചെറിയൊരു വേലൊപ്പിക്കാനുണ്ടളിയാ.